ശരീരമാകുന്ന മഹാക്ഷേത്രത്തെ അറിഞ്ഞ യതിവര്യനാണ് ശ്രീ നാരായണ ഗുരുസ്വാമി. ശരീരമാണ് ക്ഷേത്രം. എന്നാൽ ഈ കാര്യം ജനങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം. എങ്ങനെ ഉണ്ടാകും? അതിന് വിശാലമായ വായനയും അറിവും ഉണ്ടായേ തീരൂ. ഗുരുദേവൻ ഒരിക്കലും സ്വന്തം സമുദായം രക്ഷപ്പെടണം എന്നൊരു കാഴ്ചപ്പാട് കൊണ്ടു നടന്ന ആളല്ലായിരുന്നു. ശ്രീകൃഷ്ണനെയും നബിയെയും യേശുവിനെയും പോലെ നമ്മുടെ ഇടയിൽ ജീവിച്ചു ദിവ്യത്വം വരിച്ച ഒരു ദിവ്യനായിരുന്നു. നാം എല്ലാ പേരും ഒരുതരം അന്ധന്മാരായിട്ടാണ് ജീവിക്കുന്നത്. അതിൽ നിന്നും കരകയറുവാൻ നാം ഉണരേണ്ടതുണ്ട്. അതിന് വിദ്യാഭ്യാസം കൂടിയേ കഴിയൂ. ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല. അങ്ങനെയൊരു അവസ്ഥാവിശേഷത്തിലൂടെയാണ് ലോകം ഇപ്പോൾ കടന്നു പോകുന്നത്. തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ശരിയായ വിദ്യാഭ്യാസം, ശരിയായ വിശ്വാസം ഇവയിലൂടെ മാത്രമേ ജനങ്ങൾക്ക് മേൽഗതി വരൂ എന്ന് ഗുരുദേവൻ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞത്: ഇനി ക്ഷേത്ര നിർമ്മാണത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. ക്ഷേത്രത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം കുറഞ്ഞു വരികയാണ്. അമ്പലം കെട്ടുവാൻ പണം ചെലവിട്ടത് ദുർവ്യയമായി എന്നും പശ്ചാത്തപിക്കാനിടയുണ്ട്. കാലത്തിന് അത്രമാത്രം മാറ്റം വന്നിരിക്കുന്നു. എങ്കിലും തൽക്കാലം ക്ഷേത്രം വേണ്ടെന്ന് പറഞ്ഞാൽ ജനങ്ങൾ കേൾക്കുകയില്ല. നിർബന്ധമെങ്കിൽ ചെറിയ ക്ഷേത്രങ്ങൾ വെച്ചുകൊള്ളട്ടെ. പ്രധാന ദേവാലയം വിദ്യാലയമായിരിക്കണം. പണം പിരിച്ചു പള്ളിക്കൂടങ്ങൾ കെട്ടുവാനാണ് നാം ഉത്സാഹിക്കേണ്ടത്. ശ്രീനാരായണ ഗുരുവിന്റെ ഈ വാദങ്ങളെല്ലാം തന്നെ കാലാനുവർത്തിയാണ്. കൂപമണ്ഡുകങ്ങളായ ഒരു ജീവിതത്തിൽ നിന്നും ഗുരു കരകയറ്റുകയാണിവിടെ. ഒരു സമുദായത്തിന്റെ അല്ല, എല്ലാ പേരോടുമുള്ള ആഹ്വാനമാണത്. ഉറങ്ങിയത് മതി സമൂഹമേ, മടിയന്മാരായി മണ്ണിലൊടുങ്ങാതെ വിദ്യ കൊണ്ട് വിശുദ്ധരാവുക.